എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രേപ്സ് വൈൻ ഉണ്ടാക്കാം. 3 ദിവസത്തെ പണിയുള്ളൂ. നിങ്ങൾ 21 ദിവസം വേണം, വൈൻ ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല, ക്രിസ്മസിനോട് അങ്ങ് ഡേറ്റ് അങ്ങ് അടുത്തല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഈസി ആയിട്ട് ഈ വൈൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നിങ്ങൾക്ക് പല ഫ്രൂട്ട്സിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഗ്രേപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനാണല്ലോ ഒരു ലുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഐ എം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് കാമിയോ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് വൈനിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാവേ. ഇത് 1.5 കിലോ ഗ്രേപ്സ് ഉണ്ട്. വിത്ത് സീഡോ വിത്തൗട്ട് സീഡോ നിങ്ങളുടെ ഇഷ്ടാനുസരണം മേടിച്ചോളൂ. വെള്ളത്തിൽ ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഗ്രേപ്സിലൊക്കെ ധാരാളം പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിക്കുന്നതാണ്. അപ്പം നല്ല നീറ്റായിട്ട് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം. ഇത് 1 കിലോ പഞ്ചസാരയുണ്ട്. കാണുമ്പോൾ കൂടുതലാണെന്നൊക്കെ ഓർക്കും, ഇല്ല, നമ്മൾ ഈസ്റ്റ് ഒക്കെ ഇട്ട് ഇത് പുളിപ്പിച്ച് വരുമ്പോഴത്തേക്കിനും ഇതിന്റെ മധുരം നന്നായിട്ട് കുറയും. അപ്പോൾ 1 കിലോ പഞ്ചസാര ആവശ്യമാണ് ഈ 1.5 കിലോ ഗ്രേപ്സിന്. ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റന്റ് ഡ്രൈ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പീസ് വെച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക. 1.5 ലിറ്റർ വെള്ളം വേണം. ഇത്ര മതി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള വൈൻ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഒരു ഭരണിയോ ഗ്ലാസ് ജാറോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ ഗ്രേപ്സ് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കൈ കൊണ്ടാണെങ്കിലും മാഷ് ചെയ്യാം. പക്ഷെ ചിലർക്ക് കൈ കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഒരു ചൊറിച്ചൽ പോലെ ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ മാഷർ ഉണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും സേഫ്. ഒന്ന് മാഷ് ചെയ്തെടുക്കണേ. ഇത് ഇൻസ്റ്റന്റ് വൈൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മാഷ് ചെയ്യേണ്ട ആവശ്യം. 21 ദിവസമൊക്കെ നമ്മൾ ഭരണിയിൽ വെക്കുന്ന വൈനില്ലേ, അത് ഇതുപോലെ മാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഗ്രേപ്സും നമ്മുടെ പഞ്ചസാരയൊക്കെ ലെയർ ചെയ്തിട്ടിട്ട് ഡെയിലി ഒന്ന് ഇളക്കി കൊടുത്ത് 21 ദിവസം ആകുമ്പോൾ തന്നെത്താനെ ഇത് മാഷിനായ ഒരു പരുവത്തിലാകും. പക്ഷെ ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടും 3 ദിവസം കൊണ്ട് ഇത് എടുക്കേണ്ടത് കൊണ്ടും നമ്മളിങ്ങനെ മാഷ് ചെയ്തിടുന്നതാണ് കേട്ടോ സേഫ്. എന്നാലേ എല്ലാം ഒന്ന് ഇറങ്ങത്തുള്ളൂ. ഇപ്പൊ ഇതിന്റെ കളറ് കുറച്ച് കുറവായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇതിന്റെ ഈ തൊലിയുടെ ഒക്കെ കളറില്ലേ, ഇത് 2-3 ദിവസം ഇങ്ങനെ ഈസ്റ്റ് ഒക്കെ ഇട്ട് കിടക്കുമ്പോ അങ്ങ് ഇറങ്ങിക്കോളും കേട്ടോ. അപ്പൊ അവസാനം ആകുമ്പോഴത്തേക്കിനും നല്ലൊരു നിറത്തിൽ ഇത് വരുവേ. ഇത്ര മാഷ്ഡ് ആയാൽ മതി. ഇങ്ങനെ പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മാഷ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കി ഇതിന്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇളക്കാനായിട്ട് ഇതുപോലൊരു തടിയുടെ സ്പൂൺ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. തടിയോ ഇതുപോലെ ചിരട്ടയുടെയോ ഏതെങ്കിലും. എന്നിട്ട് ഇത് ഇതിനു വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുക. വേറെ നനവൊന്നും പറ്റിക്കാതെ, കറികളൊന്നും യൂസ് ചെയ്യാതിരിക്കണേ. ഇനി നമുക്കിത് ഒരു ഭരണിയിലേക്കോ ഗ്ലാസ് ജാറിലേക്കോ മാറ്റാം. നമ്മൾ വൈൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്, അത് പറഞ്ഞു തരാവേ. അതിപ്പം 21 ദിവസം എടുത്തുള്ള വൈനാണെങ്കിലും ഇൻസ്റ്റന്റ് വൈനാണെങ്കിലും ഭരണിയിലോ ഗ്ലാസ് ജാറിലോ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് കഴുകുന്നുണ്ടെങ്കിൽ 2 ദിവസം മുമ്പ് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ അടുത്ത ദിവസം വെയിലത്ത് വെച്ച് ഈ ഭരണി ഒന്ന് ഉണക്കിയെടുക്കണം. ഇനി അങ്ങനെയല്ല, ഇത് ഓൾറെഡി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഭരണിയാണെങ്കിൽ അകത്ത് ഒരു ടിഷ്യൂ കൊണ്ട് ഫുൾ ക്ലീൻ ചെയ്യണം. ഒട്ടും നനവോ പൊടിയോ ഒന്നും ഇല്ലാതെ വേണം നമ്മൾ ഭരണിയിലാണെങ്കിലും ഗ്ലാസ് ജാറിലാണെങ്കിലും ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാവേ. ഇതിപ്പോ കുറച്ച് കട്ടിയായിട്ടിരിക്കും, നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ലല്ലോ. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർക്കാവേ. പട്ട, ഏലക്ക, ഗ്രാമ്പൂ. ഈസ്റ്റ് ഇടുന്നുണ്ടേ. ഇനി നിങ്ങൾക്ക് സമയമുണ്ട്, 21 ദിവസം എടുത്താൽ ചെയ്യേണ്ടതെങ്കിൽ ഈ ഈസ്റ്റിന് പകരം നിങ്ങൾക്ക് നുറുക്ക് ഗോതമ്പ് ആഡ് ചെയ്യാം. ഈ ഒരു ക്വാണ്ടിറ്റി ഗ്രേപ്സിനാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നുറുക്ക് ഗോതമ്പ് മതി. ഇനി വെള്ളം ചേർത്ത് കൊടുക്കാവേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിളപ്പിച്ച് ആറിയ വെള്ളമാണ്, ഒട്ടും ചൂടുള്ള വെള്ളം ചേർക്കരുതേ.
ഇനി ഈ ഭരണിയോ ഗ്ലാസ് ജാറോ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതേ ഒരു 1/4 ഭാഗമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് ഫെർമെന്റ് ചെയ്ത് പതഞ്ഞു വരാൻ ഒരു സ്പേസ് കൊടുക്കണം, അല്ലെങ്കിൽ പുറത്തൊക്കെ ആയിട്ട് ഇത് വൃത്തികേടായി പോവേ. ഇതിപ്പോ ഒരു 1/4 ഭാഗമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റന്റ് വൈനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഭരണിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കവർ ചെയ്യാം. ഞാനിവിടെ ഇതുപോലത്തെ മസ്ലിൻ ക്ലോത്ത് ആണ് യൂസ് ചെയ്യുന്നത്. നല്ല എയറി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആയിരിക്കണം. ഇനി നിങ്ങൾക്ക് മസ്ലിൻ ക്ലോത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പുതിയ തോർത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് കെട്ടാം. അപ്പൊ നമുക്കിത് 3 ദിവസം കഴിഞ്ഞ് ഇനി കാണാം കേട്ടോ. അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഈ 3 ദിവസം ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കുക. 3 ദിവസം ഒരേ സമയം ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇളക്കി കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഇപ്പൊ ഇത് 4ാമത്തെ ദിവസമാണ്. നമ്മൾ ഇത് അരിച്ചെടുക്കാൻ പോവാ. അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വൈൻ റെഡിയായി. ഇനി നമുക്കിത് ബോട്ടിലേക്ക് മാറ്റാം കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് 3 ദിവസം കൊണ്ട് ടക്കേന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വൈനാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസമെങ്കിലും ഒന്ന് അടിയാൻ വേണ്ടിയിട്ട് വെച്ചാൽ ഏറ്റവും അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതിന്റെ ഫോട്ടോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരാം. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.